പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മളിന്ന് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ നമ്മൾ ചെയ്യാൻ പോണത്. ഇൻ റൊട്ടേഷണൽ മോഷൻ, നോക്കൂ, ഇൻ റൊട്ടേഷണൽ മോഷൻ of a rigid body about a fixed axis, every particle on the rigid body moves in a circle which lies in a plane perpendicular to the axis of rotation with its center on the axis. മനസ്സിലായോ? അതായത് ഒരു റിജിഡ് ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടുകൂടെ, ഇതാണ് കണ്ടോ, ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആക്സിസിനെ ആസ്പദമാക്കി റിജിഡ് ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യും? ഈ ആക്സിസിന് ലംബമായിട്ടുള്ള ഒരു സർക്കിളിൽ കൂടെ മൂവ് ചെയ്യും. മാത്രമല്ല, ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ്? ആക്സിസിലാണ്. അപ്പോൾ ഒരു റിജിഡ് ബോഡി റൊട്ടേഷണൽ മോഷൻ, ഒരു ഫിക്സഡ് ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേഷണൽ മോഷൻ നടത്തുമ്പോൾ ആ റിജിഡ് ബോഡിയിലെ ഓരോ പാർട്ടിക്കിളും എന്തായിരിക്കും? ഒരു സർക്കിളിൽ മൂവ് ചെയ്യും. ആ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മാത്രമല്ല, ആ സർക്കിളിൻ്റെ സെൻറ്റർ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കും. ഇപ്പോൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇൻ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, എവരി പാർട്ടിക്കിൾ on the rigid body moves in a circle which lies in a plane perpendicular to the axis of rotation and has its center on the axis. കണ്ടോ? അപ്പോൾ ഒരു റിജിഡ് ബോഡി ഒരു ഫിക്സഡ് ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റിജിഡ് ബോഡിയിലെ എല്ലാ പാർട്ടിക്കിൾസും സർക്കിളിൽ മൂവ് ചെയ്യും. ആ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ? ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർക്കിളിൽ കൂടിയാണ് മൂവ് ചെയ്യുക. മാത്രമല്ല, ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും? ആക്സിസിലായിരിക്കും. നമുക്ക് നോക്കാം. ഒരു പാർട്ടിക്കിൾ പി, ഇവിടെ ഒരു പാർട്ടിക്കിൾ പി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിജിഡ് ബോഡി ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ദ റിജിഡ് ബോഡി ഈസ് മൂവിങ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ നമ്മൾ അതിലത്തെ ഒരു പാർട്ടിക്കിൾ പീനെ എടുത്തു. ഇവിടെ ഒരു പാർട്ടിക്കിൾ പി ഉണ്ട്. ആ പി എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞേ? ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർക്കിളിൽ കൂടെ. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ? ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതിങ്ങനെ കണ്ടോ, ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർക്കിളിൽ കൂടിയാണ് ഈ പി മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്ത് ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾ എവിടെ എത്തി? പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. കണ്ടോ? അപ്പോൾ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്, ടാൻജൻറ്റ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, സർക്കുലർ മോഷനിൽ പറഞ്ഞാണ്, ഏത് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്താനും ഏത് പോയിന്റിലെ വെലോസിറ്റി കാണണോ അവിടെ ടാൻജൻറ്റ് വരയ്ക്കണമെന്ന്. അപ്പോൾ ഈ പിയിലെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് എന്ത്? ടാൻജൻറ്റ് വരച്ചിരിക്കും. പി ഡാഷിൽ അവിടെ ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഡെൽറ്റ ടി ടൈം കൊണ്ട് എവിടെ എത്തി? പി ഡാഷിലെത്തി. കണ്ടോ? അപ്പോൾ എത്ര ദൂരം മൂവ് ചെയ്തു? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ്, പി തൊട്ട് പി ഡാഷ് വരെയുള്ള, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീണ്ടും എഴുതാം. പി തൊട്ട് പി ഡാഷ് വരെയുള്ള ദൂരമാണ് എന്ത്? എസ്. അപ്പോൾ അത് നോക്കൂ, സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി, ഡെൽറ്റ തീറ്റ. കണ്ടോ? അപ്പോൾ ആ പാർട്ടിക്കിള് പിയിൽ നിന്ന് പി ഡാഷിലേക്ക് മൂവ് ചെയ്ത സമയം കൊണ്ട് അത് ആ റേഡിയസ് വെക്ടർ, കണ്ടോ, ആറാണ് റേഡിയസ്, അത് പിങ്കട് മാറി. അപ്പോൾ അതെന്തുണ്ടായി? ഒരു ആംഗിൾ സെൻറ്ററിൽ ഉണ്ടാക്കി. അതിനെ നമ്മൾ എന്ത് പറയും? അതിന് നമ്മളെന്താ പറയുക? പറഞ്ഞു കഴിഞ്ഞാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ? അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗിൾ, കണ്ടോ, ആംഗിൾ കാണാനുള്ള ഫോർമുല എന്താ? ആർക്ക് ബൈ ഡിസ്റ്റൻസ് അല്ലേ? ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? പി പി ഡാഷ്. ഇതാണ് ഇവിടുത്തെ ആർക്ക്, അത് സഞ്ചരിച്ച ദൂരം പി പി ഡാഷ്. അതെത്രയാ? എസ്. ബൈ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 6. കണ്ടോ? 6. അപ്പോൾ ഡെൽറ്റ തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഈക്വൽസ് എസ് ബൈ ആർ. അപ്പോൾ ഇതിൽ നിന്ന് എസ് കിട്ടില്ലേ? എസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ എസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽസ് ആർ എന്താ? റേഡിയസ് ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. ഇനി നോക്കൂ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായ ടൈം എത്രയിലാണ്? ഡെൽറ്റ ടി ടൈമിലാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. അപ്പം നമുക്ക് ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. അപ്പോൾ ഡെൽറ്റ എസ്
ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ അതിങ്ങനെ ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നെടുക്കാം. ഇനി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി, ഡെൽറ്റ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്തെടുക്കാം, നമുക്കിതിനെന്തെടുക്കാം, ഡി എസ് ബൈ ഡി ടി ഈക്വൽസ് എന്താണ്, ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. എന്താണ് ഡി എസ് ബൈ ഡി ടി? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. എന്താ, വെലോസിറ്റി അല്ലേ, ലീനിയർ വെലോസിറ്റി അല്ലേ. അപ്പോൾ വി ഈക്വൽസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. എന്താ ഡി തീറ്റ ബൈ ഡി ടി? എന്താ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആംഗുലാർ ചേഞ്ച് ഇൻ ടൈം. എന്താണ്, ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ വി ഈക്വൽസ് ആർ ഒമേഗ. അത് വേണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ ചെയ്താം. ആംഗുലാർ വെലോസിറ്റി ഈക്വൽസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവെൽ. ഡി തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. സ്മോൾ ഇതാ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അപ്പോൾ വി ഈക്വൽസ് ആർ ഒമേഗ. കണ്ടോ, ഇതാണ് എന്ത്, ലീനിയർ വെലോസിറ്റിയും വി, ഒമേഗ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. എന്താണ്, വി ഈക്വൽസ് ആർ ഒമേഗ. കണ്ടു. അപ്പോൾ ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ കാര്യം. ഇനി വേറെ പാർട്ടിക്കിൾ ഉണ്ടാവും, അത് വേറെ ഡിസ്റ്റൻസ് അകലെയാവും, R1 ഡിസ്റ്റൻസ് അകലെയാവും. കണ്ടോ, വേറൊരു പാർട്ടിക്കിൾ കൂടി ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ, കണ്ടോ, ഇങ്ങനെ ഒരു സർക്കിളിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിനെന്തായിരിക്കും, V1 ഈക്വൽസ് എന്താണ്, R1 ഒമേഗ, V2 ഈക്വൽസ് R2 ഒമേഗ. അങ്ങനെ n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, Vn ഈക്വൽസ് Rn ഒമേഗ. അങ്ങനെ നമുക്ക് എഴുതി പോവാം. ക്ലിയർ ആയ? ഇനി നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ആക്സിസിലെ പാർട്ടിക്കിളുകൾ ഉണ്ടെങ്കിലോ, ഈ ആക്സിസിൽ പാർട്ടിക്കിളുകൾ ഉണ്ടാവാം ഇല്ലേ, കുറേ പാർട്ടിക്കിളുകൾ ഉണ്ടാവും. ആ ആക്സിസിലത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, വി ഈക്വൽസ് ആർ ഒമേഗ. ആർ എത്രയാ, ഈ ആക്സിസിൽ ആർ എത്രയാ, ഡിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല, 0ആണ്. അപ്പോൾ വി ഈക്വൽസ് 0 ആണ്. കണ്ടോ, അപ്പോൾ ആ ആക്സിസിലെ പാർട്ടിക്കിൾ, കാരണം നമുക്കറിയാം ഇത് ഫിക്സഡ് ആണ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആക്സിസിലുള്ള പാർട്ടിക്കിളുകൾ സ്റ്റേഷനറിയാണ്. അപ്പോൾ ആ റിജിഡ് ബോഡി റൊട്ടേഷണൽ മോഷൻ നടത്തുമ്പോൾ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ആ ആക്സിസിലുള്ള എല്ലാ പാർട്ടിക്കിളും എന്താണ്, ഡസ് നോട്ട് മൂവ്, സ്റ്റേഷനറിയാണ്. അതിന് വെലോസിറ്റി ഇല്ല, കാരണം മനസ്സിലായില്ലേ, 6 0ആണ്. ബാക്കി എല്ലാ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും, വി ഈക്വൽ ടു ആർ ഒമേഗ വെലോസിറ്റിയിൽ സർക്കുലർ, കണ്ട സർക്കിളിൽ മൂവ് ചെയ്യും. ബാക്കിയല്ല, ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ എല്ലാ പാർട്ടിക്കിളും എന്തുണ്ടാവും, ആർ ഒമേഗ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് എവിടെയാണ്, കണ്ടു, എവിടെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആർ ഇൻറ്റു ഒമേഗ വെലോസിറ്റിയിൽ അതിലത്തെ എല്ലാ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സർക്കിളിൽ, ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലുള്ള സർക്കിളിൽ ആ പാർട്ടിക്കിളുകളെല്ലാം എന്ത് ചെയ്യും, മൂവ് ചെയ്യും. കണ്ടു. അപ്പോൾ വി ഈക്വൽ ടു ആർ ഒമേഗ. ഇതാണ് എന്ത്, ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ആരുടെ കാര്യത്തിൽ, റിജിഡ് ബോഡിയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മളിവിടെ ആ ഹോൾ ബോഡിയുടെ ആംഗുലർ വെലോസിറ്റിയാണ് കേട്ടോ ഈ ഒമേഗ എന്ന് പറയുന്നത്. ഹോൾ ബോഡിയുടെ, ആ റിജിഡ് ബോഡിയുടെ മൊത്തം ആംഗുലർ വെലോസിറ്റിയാണ്. ഇനി നോക്കൂ, ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ, പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനിൽ എന്താണ്, ആ ബോഡി, ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിലത്തെ ആ ബോഡി മൊത്തമായിട്ട് എന്ത് ചെയ്യും, സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ ബോഡിയിലത്തെ ഏത് പാർട്ടിക്കിൾ എടുത്താലും, മനസ്സിലായ, സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതുപോലെ പ്യുവർ റൊട്ടേഷണൽ മോഷനിലോ ആ ബോഡി മുഴുവൻ അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യും, സെയിം ആംഗുലാർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും, പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ. അപ്പോൾ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനിൽ ആ ബോഡി മൊത്തം എന്തുണ്ടാവും, സെയിം ലീനിയർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണ പോലെ പ്യുവർ റൊട്ടേഷൻ മോഷനിൽ എന്താണ്, ആ ബോഡി മൊത്തം എന്ത് ചെയ്യും, ഒരേ ആംഗുലാർ, സെയിം ആംഗുലാർ വെലോസിറ്റിയിൽ അവരെല്ലാം ഒരുമിച്ച് ആ ബോഡി മൊത്തമായിട്ട് മൂവ് ചെയ്യും. മനസ്സിലായ? ഇനി നോക്കൂ, ഫോർ റൊട്ടേഷൻ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ഇങ്ങനൊരു ഫിക്സഡ് ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒമേഗ, ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് വരില്ല, പക്ഷേ എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരാം. പിന്നെ അതർ ടൈപ്പ്, മനസ്സിലായി, ജനറൽ റൊട്ടേഷനിലാണ്, മോർ ജനറൽ റൊട്ടേഷൻ ആണെങ്കിലോ ആ ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനും അല്ലെങ്കിൽ രണ്ടിനും ചേഞ്ച് വരാം. മനസ്സിലായോ? അപ്പോൾ
ഇൻ റൊട്ടേഷൻ മോഷൻ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. കണ്ടു, ഇവിടെ ഫിക്സഡ് ആക്സിസിൽ കൂടിയുള്ള റൊട്ടേഷൻ മോഷൻ പറഞ്ഞേ. അപ്പോൾ ഇൻ റൊട്ടേഷൻ മോഷൻ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ ഡസ് നോട്ട് ചേഞ്ച്. ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് വരില്ല ഫിക്സഡ് ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരാം. ഇനി ജനറൽ ആയിട്ടുള്ള വേറൊരു ടൈപ്പ് മോർ ജനറൽ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിലോ, ബാക്കിയുള്ള ടൈപ്പ് റൊട്ടേഷൻ മോഷൻ ആണെങ്കിലോ ഫിക്സഡ് ആക്സിസ് ഇല്ല. അങ്ങനെ വേണമെങ്കിൽ എന്താവാം? ഡയറക്ഷൻ ചേഞ്ച് വരാം, ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് വരാം, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് വരാം, അല്ലെങ്കിൽ രണ്ടിനും ചേഞ്ച് വരാം. അപ്പോൾ ഫിക്സഡ് ആക്സിസിൽ കൂടെ ആണെങ്കിൽ എന്താണ്? ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് വരില്ല, മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരാം. ക്ലിയർ ആയ? അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞത് ആംഗുലാർ വെലോസിറ്റി വെക്ടറാണ്. മനസ്സിലായ? വെക്ടറാണ്. അപ്പോൾ ഫിക്സഡ് ആക്സിസിൽ കൂടിയുള്ള റൊട്ടേഷൻ ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി വെക്ടർ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച്. ഇനി ഫിക്സഡ് ആക്സിസ് അല്ലാത്ത സാധാരണ ടൈപ്പ് റൊട്ടേഷൻ ആണെങ്കിലോ അവിടെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് വരാം. മനസ്സിലായി? ഇനി നോക്കൂ, ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ എന്താ നമുക്കറിയാം. എന്താ ആക്സിലേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലേഷൻ. അപ്പോൾ ആംഗുലാർ ആക്സിലേഷൻ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്താ? ഒമേഗയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ, റേറ്റ് എന്ന് പറഞ്ഞാലോ ബൈ ഡി ടി. ഇതിനെ നമ്മൾ ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു റിജിഡ് ബോഡിയുടെ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ റിജിഡ് ബോഡി ഈസ് കോൾഡ് ഇറ്റ്സ് ആംഗുലാർ ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ റിജിഡ് ബോഡി ഈസ് കോൾഡ് ഇറ്റ്സ് ആംഗുലാർ ആക്സിലറേഷൻ. കണ്ടു? അപ്പോൾ അതായത് ആംഗുലാർ വെലോസിറ്റിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുള്ള ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി, അതിനാണ് നമ്മൾ എന്ത് പറയണത്? ആംഗുലാർ വെലോസിറ്റിയുടെ നിരക്ക്. അതിനാണ് എന്ത് പറയണത്? ആംഗുലാർ ആക്സിലറേഷൻ. കണ്ടു? ഇനി ആംഗുലാർ ആക്സിലറേഷൻ ഡി ഒമേഗ ബൈ ഡി ടി ഈക്വൽ ടു ആൽഫ. നേരത്തെ നമ്മൾ പറഞ്ഞു വി ഈക്വൽസ് ആർ ഒമേഗ എന്ന്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഒന്ന് കണ്ടു നോക്കൂ. ഡി വി ബൈ ഡി ടി ഈക്വൽസ് ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. ഇനി ഡി വി ബൈ ഡി ടി എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്താ? ആക്സിലറേഷൻ. എ ഈക്വൽസ് ആർ ഇൻറ്റു ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്താ? ആൽഫ. അപ്പോൾ ലീനിയർ ആക്സിലറേഷൻ ഈക്വൽസ് ആർ ഇൻറ്റു ആറിൻ്റെ റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ലീനിയർ ആക്സിലറേഷൻ എ ഈക്വൽസ് ആർ ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ എ ഈക്വൽസ് ആർ ആൽഫ. അപ്പോൾ എസ് ഈക്വൽസ് ആർ തീറ്റ, വി ഈക്വൽസ് ആർ ഒമേഗ, എ ഈക്വൽസ് ആർ ആൽഫ. ഇതാണ് ലീനിയറും ആംഗുലാർ ക്വാണ്ടിറ്റികളും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു ചിൽഡ്രൻ. നമുക്ക് ഒരു പോയിൻറ്റും കൂടെ. അപ്പോൾ നമ്മൾ ലീനിയർ മോഷനിൽ ആക്സിലറേഷൻ എന്ന് പറയണ പോലെയാണ് എന്ത്? റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയണത്. ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സ്ഡ് ആണെങ്കിലോ ഒമേഗയും, അതായത് ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്. കണ്ടോ? ഇഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഫിക്സ്ഡ്, ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ ആൻഡ് ആൽഫ പറഞ്ഞാൽ ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഫിക്സ്ഡ്. കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഡയറക്ഷന് ചേഞ്ച് വരുന്നില്ല എന്നർത്ഥം. ഏതിൻ്റെ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞു ഒമേഗയുടെ ഡയറക്ഷൻ മാറില്ല എന്ന്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ആംഗുലാർ ആക്സിലറേഷൻ്റെ മനസ്സിലായ? ആംഗുലാർ ആക്സിലറേഷനും എന്താണ്? ഫിക്സ്ഡ് ആണ്. ആംഗുലാർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്. ക്ലിയർ ആയ? അപ്പോൾ നമ്മൾ ലീനിയർ മോഷനിൽ ആക്സിലറേഷൻ എന്ന് പറയണ പോലെയാണ് എന്ത്? റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയണത്. ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സ്ഡ് ആണെങ്കിലോ ഡയറക്ഷൻ ഓഫ് ഒമേഗ ആൻഡ് ഹെൻസ് ആൽഫ. ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഫിക്സ്ഡ്. അതും ഫിക്സ്ഡ് ആണ്, ചേഞ്ച് വരില്ല എന്നർത്ഥം.
ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.